കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന്റെ കാറ്റ് വീശുകയാണ്. 10 ദിവസത്തോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ജനഹിതം മാനിച്ച് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാനുള്ള അന്തിമ തീരുമാനം കോൺഗ്രസ് കൈക്കൊള്ളുന്നത്. 102 സീറ്റുകളുടെ അതിഗംഭീരമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറുമ്പോൾ പാർട്ടിയിലെ ആഭ്യന്തര ഐക്യം നിലനിർത്താൻ സതീശൻ കാണിച്ച രാഷ്ട്രീയ പക്വത ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രി പദവി ഉറപ്പായ ഉടൻ തന്നെ അദ്ദേഹം മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയെ കണ്ട് ആഭ്യന്തര വകുപ്പടക്കം വിട്ടുകൊടുത്ത് ഭരണത്തിലൊപ്പം കൂട്ടാൻ തയ്യാറായി. തൊട്ടു പിന്നാലെ കെ.സി.യുടെ പരിഭവങ്ങളും തീർത്തു. അങ്ങനെ കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങളെല്ലാം വളരെ ഭംഗിയായി പരിഹരിക്കപ്പെട്ടു. എന്നാൽ ഇതിനിടയിലാണ് കേരള രാഷ്ട്രീയത്തിൽ പുതിയ പുകിലുകൾക്ക് കാരണമായ ആ സന്ദർശനം നടക്കുന്നത്. പ്രതിസന്ധികളിൽ തനിക്കൊപ്പം നിന്ന മുസ്ലിം ലീഗിനെ ചേർത്ത് പിടിക്കാൻ സതീശൻ പാണക്കാട്ടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടു. ഇതോടെയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും ഒന്നിച്ച് UDF-നെതിരെ രംഗത്തിറങ്ങുന്നത്. സതീശൻ മുഖ്യമന്ത്രിയായത് ലീഗിന്റെ ബലത്തിലാണെന്ന യാഥാർത്ഥ്യമാണ് ഇവരെ ചൊടിപ്പിച്ചത്. യോഗനാഥം എഡിറ്റോറിയലിലൂടെ മലബാർ കലാപവും മാറാടും പരാമർശിച്ച് കടുത്ത ഭാഷയിലാണ് വെള്ളാപ്പള്ളി ലീഗിനെതിരെ തിരിഞ്ഞത്. ഭരണത്തിലേറും മുൻപേ ലീഗ് കേരളം ഭരിക്കാൻ തുടങ്ങിയെന്നും അവർ കടുത്ത ഹിന്ദു വിരുദ്ധരാണെന്നും വെള്ളാപ്പള്ളി ആരോപിക്കുമ്പോൾ അത് കേരളത്തിൽ വർഗീയത ആളിക്കത്തിക്കാനുള്ള ശ്രമമാണോ എന്ന് ആരും ചോദിച്ചു പോകും. കാരണം ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ കേരളത്തെ ശാന്തമായിരിക്കാൻ സഹായിച്ച ലീഗിന്റെ സമാധാന നിലപാടും, വയനാട് ദുരന്തമുണ്ടായപ്പോൾ ജാതിയും മതവും നോക്കാതെ പാവങ്ങൾക്ക് വീടും സഹായങ്ങളും നൽകിയ അവരുടെ കാരുണ്യ പ്രവർത്തനങ്ങളും കേരള ജനത കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നവരെ മതേതര കേരളം സൂക്ഷിക്കേണ്ടതുണ്ട്. മറുഭാഗത്ത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടും പടിയിറങ്ങാൻ തയ്യാറാകാത്ത പിണറായി വിജയനെതിരെ CPM-ന്റെ ഉള്ളിൽ ഇപ്പോൾ പുകച്ചിൽ ശക്തമാണ്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളായ KK ശൈലജയും വീണ ജോർജുമൊക്കെ തങ്ങളെ ചതിച്ചു തോൽപ്പിച്ചതാണെന്ന വിലാപത്തിലാണ്. CPM-ന്റെ ഈ വൻ പരാജയത്തിന് കാരണം പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ കുടുക്കിയതാണെന്ന് പാർട്ടി അണികൾ പരസ്യമായി പറയുന്നുണ്ട്. എന്നാൽ സ്വന്തം ഉത്തരവാദിത്തം ഒഴിച്ചുമാറ്റി വെള്ളാപ്പള്ളി ഇപ്പോൾ UDF-ന്റെയും ഷാഫി പറമ്പിലിന്റെയും പിന്നാലെയാണ്. സാമുദായിക നേതാക്കൾ എന്തു തന്നെ പറഞ്ഞാലും നാളെ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ നെഞ്ചും വിരിച്ച് അധികാരമേൽക്കുക തന്നെ ചെയ്യുമെന്നാണ് ഷാഫി പറമ്പിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് ഈ സംഭവങ്ങൾ വഴി തുറക്കുന്നത്. ഷാഫിയുടെ ആ പ്രതികരണം ഒന്ന് കാണാം. ഒന്നാമത്തെ കാര്യം, നാളെ തന്നെ എല്ലാ മന്ത്രിമാരും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാം. നേരം ചേച്ച ഒരു ക്വിക്ക് സ്റ്റാർട്ടാണ്. മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട കാലതാമസമൊക്കെ വെറും 10 ദിവസത്തെ, മറ്റ് പല സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളും 11 ദിവസത്തെ, 11-ാം ദിവസം വന്നല്ലോ. അപ്പം പിന്നെ അതൊക്കെ പറഞ്ഞു. പക്ഷേ നാളെ എല്ലാ മന്ത്രിമാരും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാണ് UDF-ൻ്റെ. ഇപ്പോൾ ടീം UDF-ൻ്റെ ലോഞ്ചാണ്. കേരളത്തോട് UDF പറഞ്ഞ വാക്കുകൾ പാലിക്കുന്ന ആ ദിവസങ്ങൾ വരാൻ പോവാണ്. അത് സ്റ്റേറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് ജനത ആഗ്രഹിക്കുന്ന തീരുമാനം എടുക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ അന്തിമ ചർച്ചകളാണ്. വലിയ കോലാഹലങ്ങളും ബഹളങ്ങളൊന്നുമില്ല. നിങ്ങൾ പിന്നെ പറയുന്നത് പോലത്തെ, ചില മാധ്യമങ്ങൾ പറയുന്ന പോലത്തെ തർക്കങ്ങളും ഇല്ല. എല്ലാ ഓപ്ഷൻസും പരിശോധിച്ച് പിന്നെ ഒരു പ്രൊപ്പോസൽ AICC അംഗീകരിക്കും. അതുപോലെ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ സ്മൂത്തായിട്ട് നടക്കുന്നു. അതിനകത്തൊന്നും വലിയ പിന്നെ തർക്കങ്ങളോ വലിയ പ്രശ്നങ്ങളോ രൂപീകരണത്തിലേക്ക് പോകുന്ന തരത്തിലൊരു തടസ്സങ്ങളും ഇല്ലാത്ത തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായിട്ടും UDF പ്രവർത്തകർ കേരളത്തിൽ ആകമാനം നാളെ ഇവിടെ എത്തിച്ചേരും. ആയിരക്കണക്കിന് ആളുകൾ നാളെ ഇവിടെ ഉണ്ടാവും. സന്തോഷത്തോടെ അഭിമാനത്തോടെ 10 വർഷത്തെ ദുരിത ഭരണത്തിന് ജനങ്ങൾ കൽപ്പിച്ച അറുതി, അതിൻ്റെ തുടക്കമാണ് നാളെ. അതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ എനിക്കില്ല. എല്ലാവരും എത്ര എന്നാണ് ആഗ്രഹം? വർക്ക് ചെയ്യാന്നുള്ള ഉത്തരവാദിത്വം എന്നും നിറവേറ്റിയിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും പരമാവധി കഴിഞ്ഞിട്ടുണ്ട്, ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇനിയും ചെയ്യും. വർക്ക് ചെയ്യാന്നുള്ളതാണല്ലോ ഉത്തരവാദിത്വം, അത് ഇനിയും ചെയ്യും. വലിയ രീതിയിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ അങ്ങേർക്കെതിരെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതിലെന്താണ് വിഷമമുണ്ടോ അതിനകത്ത്? എൻ്റെ പൊന്നണ്ണ ഇപ്പോൾ ഉള്ളിടത്ത് ഇല്ല. ഇപ്പം മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ ചർച്ചകളാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് നടക്കുന്നത്. അപ്പോൾ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഞാനിപ്പോൾ പറയേണ്ടതില്ലല്ലോ. അത്തരം ഒരു ചർച്ച ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല. KPC ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ പറയാൻ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ആളുകൾ പറയും. അതിൻ്റെ ചർച്ച ഇപ്പോൾ ആരംഭിക്കും, അതിൻ്റെ തീരുമാനം ഇപ്പോൾ ആരംഭിക്കും എന്നുള്ളത് പറയും.
Eh? No, it's the time to supply. It's a time to supply and cater the needs of the people. We have demanded for an opportunity the public gave us. It's time for us to supply. By when we can expect the list? It's in few hours, I guess. No, tomorrow is the ceremony. So before that, anyway. So who is coming for the oath ceremony? Rahul Gandhi and all other? Yeah, all our Tamil leaders, Nadu's chief Karge ji, minister also. Rahul ji, Priyanka ji, we are expecting all those, and other three chief ministers were, we are in power. And plus, maybe, I don't know about Tamil Nadu chief minister. I'm not competent enough to say that, but we are expecting. Today, tomorrow, or some other day, he will also join.